അറ്റ് ലാസ്റ്റ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. റിയൽ നമ്പേഴ്സ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് +2 ലെവലിലേക്കൊക്കെ പോകും. +1 +2 ബയോളജി സയൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. റിയൽ നമ്പറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ വരാറുണ്ട്. സെറ്റ് പോലുള്ള സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഇതുപോലുള്ളവയിലൊക്കെ ഇഷ്ടം പോലെ വരും. അത് നിങ്ങളിപ്പം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോർഷൻസിലേക്ക് പോവാം. റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ R ആണ്. റിയൽ നമ്പേഴ്സ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റാഷണൽ നമ്പേഴ്സ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന Q. ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ക്യാൻ ബി ഫ്രാക്ഷൻ. ഇത് നമുക്ക് ഫ്രാക്ഷൻ ആക്കാനായിട്ട് പറ്റാത്തവയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നോൺ ഇന്റിജേഴ്സും ഇന്റിജേഴ്സും. നോൺ ഇന്റിജേഴ്സും ഇന്റിജേഴ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നോൺ ഇന്റിജേഴ്സിൽ 1/2, 5/8, 0.35, 0.75 ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നോൺ ഇന്റിജേഴ്സിൽ വരും. ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് Z എന്നാണ് നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റിജേഴ്സിൽ ഏതൊക്കെ വരാം. നെഗറ്റീവ് വാല്യൂസ് വരും, അതുപോലെ 0 വരും, പോസിറ്റീവ് വാല്യൂസ് വരും. അതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പേഴ്സ് എന്നും ഓൾ നമ്പർ എന്നും. ഓൾ നമ്പറിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 0യും നാച്ചുറൽ നമ്പറും കൂടെ ചേരുന്നതാണ് ഓൾ നമ്പർ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുകൂടാതെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ആക്കാനായിട്ട് പറ്റാത്തവയാണ്. അവ √3, √2, π, -2√5, 3.5677 ഇങ്ങനെ എക്സെട്ര നമ്പർ ഇങ്ങനെ തുടർന്ന് പോകുന്നതിനെ നമുക്ക് റിക്കർ ചെയ്ത് പോവാന്ന് പറയും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ചില സംഖ്യാശ്രേണികൾ ഉണ്ടാവും. അത്തരത്തിലുള്ളതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതൊന്നും ഫ്രാക്ഷൻ ആക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ഇവയെല്ലാം നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. റിയൽ നമ്പേഴ്സിൽ വരുന്നതാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. റാഷണൽ നമ്പറിൽ ഏതൊക്കെയാ വരുന്നത് നമ്മൾ പറഞ്ഞു. നോൺ ഇന്റിജേഴ്സ് ഉണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്. നോൺ ഇന്റിജേഴ്സിൽ ഏതൊക്കെ വരാം? ഫ്രാക്ഷൻസ് വരാം, ഡെസിമൽസ് വരാം. നമുക്ക് അതുകൂടാതെ നോക്കി 0.35. അപ്പൊ നിങ്ങളൊന്ന് വിചാരിക്കും, ഇവിടെ 3.567 ഉണ്ടല്ലോ സാറേ, അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. ഇത് റിക്കർ ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന